സസ്പെൻഷൻ നേരിടുന്ന വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ IAS-നെതിരെ വീണ്ടും പോലീസിൽ പരാതി. ഉദ്യോഗസ്ഥർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് കൊല്ലം കടക്കൽ സ്വദേശി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന അരുൺ രാജ് വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, ഈ പരാതിയിൽ എന്തൊക്കെ ആരോപണങ്ങളുണ്ട്? ഉന്മേഷ്, ഏറ്റവും പ്രധാനം നേരത്തെ കെ ഗോപാലകൃഷ്ണനെതിരെ പരാതി ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു. കെ ഗോപാലകൃഷ്ണൻ IAS-നെതിരെ പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കാനുള്ള പോലീസ് ഇക്കാര്യത്തിൽ അമാന്തം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീടാണ് ഇന്ന് നിയമോപദേശമടക്കം സ്വീകരിക്കുന്നതിനെ കുറിച്ച് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് കൊല്ലം കടക്കൽ സ്വദേശിയായ ശ്രീജിത്ത് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കെ ഗോപാലകൃഷ്ണൻ IAS ശ്രമം നടത്തി. ഇത് തെളിയിക്കുന്ന വിവരങ്ങളടക്കം പോലീസിന്റെ കയ്യിൽ ലഭിച്ചിട്ടും തുടർ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നിലവിൽ ശ്രീജിത്ത് ഈ പരാതിയിൽ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. പോലീസിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കെ ഗോപാലകൃഷ്ണൻ IAS-ന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായത്. ഈ വാട്സപ്പ് ഗ്രൂപ്പിനെതിരെ ആദ്യം പരാതി നൽകുന്നത് കെ ഗോപാലകൃഷ്ണൻ IAS ആണ്. അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ ഭാരതീയ ന്യായ സംഹിത വകുപ്പ് അനുസരിച്ച് ഈ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കിയതിന് 196 വകുപ്പ് പ്രകാരം 217, 238 വകുപ്പ് പ്രകാരം ഇദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് നിലവിൽ ഈ പരാതിയിൽ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. കെ ഗോപാലകൃഷ്ണൻ IAS-നെതിരെ രണ്ടാമത്തെ പരാതിയാണ് കൊല്ലത്ത് നിന്ന് മാത്രമായി ഇപ്പോൾ പോലീസിന് മുമ്പാകെ എത്തുന്നത്. ഇനി ഇക്കാര്യത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വാർത്തകൾ വിശദാംശങ്ങൾ നൽകിയത്.